എന്റേത് ഒരു ചോദ്യം മാത്രമാണ്. പ്രകൃതി ഒരു മഴയായി പെയ്തിറങ്ങി ഒരു നാട് മുഴുവൻ കവർന്നെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവനും കവർന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിപ്പോയി. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. നമ്മൾ ഇതുപോലെയുള്ള അവസ്ഥകൾ പല പ്രാവശ്യവും തരണം ചെയ്തവരാണ്. നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടമായി, നമ്മുടെ സ്വത്തുവകകളൊക്കെ നഷ്ടമായി, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായ അധ്വാനം മുഴുവൻ നഷ്ടമായി. എന്നാൽ അതിനെല്ലാം ഉപരി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായി വിറങ്ങലിച്ച് നമ്മൾ നിന്നൊരു അവസ്ഥയുണ്ട്. അപ്പോഴും നമ്മൾ വേദനയോടെയാണെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ നഷ്ടപ്പെട്ട വേദനയോടെയാണെങ്കിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചു. പക്ഷെ നമ്മൾ അപ്പോഴും ചിന്തിച്ചില്ല ഇനിയും ഇതുപോലെയുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും എന്ന്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെടും, വീണ്ടും ഇതുവഴി ഒരു ജലബോംബായി വന്ന് പ്രളയം സർവ്വതിനെയും കവർന്നെടുത്ത് കടന്നു പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എല്ലാവർക്കും വേദനയാണ്. ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും ആ നാട്ടിൽ നിന്നും നമ്മളെ പറിച്ചു മാറ്റപ്പെടുക എന്ന് പറയുന്നത് വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥ തന്നെയാണ്. ആ അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകും എന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ വീണ്ടും താമസിക്കുന്നത്? എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെയൊക്കെ നമുക്ക് പോയി ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകാത്ത സ്ഥലങ്ങളിലേക്ക് പോയി നമുക്ക് ജീവിക്കുവാൻ അവസരമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനിയും എനിക്ക് പറയാനുള്ളതാണ്, ഇനിയും അവിടെ ചെന്ന ആൾക്കാർ വീട് വെക്കും ഇതുപോലെയുള്ള ദുർബലമായ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഭൂമി പൊട്ടി ഒലിച്ച് എല്ലാം കവർന്നെടുത്ത് കടന്നു പോയേക്കാവുന്ന അവസ്ഥകളുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ചെന്ന് വീടുകൾ വെച്ച് വീണ്ടും അവർ അവിടെ നട്ടു നനച്ചു വളർത്തി വീണ്ടും താമസമാകും. അപ്പൊ വീണ്ടും ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ ഈ നഷ്ടപ്പെട്ടതിനെ ഒന്നും നിസാരമായി കണ്ടുകൊണ്ടല്ല പറയുന്നത്. ഇനിയും നഷ്ടപ്പെടുന്നത് കാണുവാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് കേവലം ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് ഞാൻ. എങ്കിലും ഞാൻ ആ സാധാരണക്കാരനായ വ്യക്തിയായ എനിക്ക് ഉണ്ടായ ഒരു ഹൃദയവേദനയുടെ ഭാഗമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനിയെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ താമസം മാറി നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാൻ നിങ്ങളോട് വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ഇത് കേട്ട് ചീത്ത പറയുന്നവരുണ്ടാകാം. നിന്നെ പറിച്ചു നട്ടാൽ, നിന്നെ വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടാൽ നിനക്കത് സഹിക്കുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ ചെളിവാരി അറിയാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകാം. ഞാൻ ഈ നഷ്ടപ്പെട്ടതിനെ ഒന്നും നിസ്സാരമായി കണ്ടുകൊണ്ടല്ല പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ ഇനി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് പറയുന്നത്. ദയവായി ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരിടത്തും നമ്മൾ ആരും താമസിക്കരുത്. നമ്മൾ മറ്റൊരിടത്തേക്ക്, നമുക്ക് അനുയോജ്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറിപ്പോയി താമസിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്ന കാഴ്ചകൾ കണ്ട ഒരു വ്യക്തിയാണ്. പലരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് നെഞ്ചു പൊട്ടി നിലവിളിക്കുന്ന കാഴ്ച, ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ വേദനകൾ അനുഭവപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവുകയാണ്. അപ്പോൾ അനുഭവിക്കുന്നവരുടെ അവസ്ഥയോ, അത് നേരിൽ കണ്ട് അനുഭവിക്കുന്നവരുടെ അവസ്ഥ പറയൂ. ഒരു വീടിന്റെ മേൽക്കൂര മാറ്റാൻ സൈന്യവും ദുരിതാശ്വാസ പ്രവർത്തകരും ഒക്കെ കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചേട്ടൻ അവിടെ വന്നത് പറയുക, ഇതിനകത്ത് എന്റെ അമ്മയുണ്ട് എന്ന്, എന്റെ അമ്മ ഇതിനകത്തുണ്ട് എന്ന് മനുഷ്യൻ പറയുകയാണ് വന്നതെന്ന്. ആ മകന്റെ വേദന നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത്ര ഹൃദയഭേദകമാണ് അവസ്ഥ. അതുപോലെ ആരെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് അവരാ ദുരന്ത ഭൂമിയിൽ അങ്ങനെ നിൽക്കുക. മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ആ ജീവനുകളെല്ലാം നഷ്ടപ്പെട്ട് അവരങ്ങനെ നിൽക്കുകയാ. അവരോടാണ് എനിക്ക് പറയുവാനുള്ളത്, ഇനി ബാക്കിയുള്ളവരെങ്കിലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം, ദുരന്തങ്ങളും ഉണ്ടാകാം. നിങ്ങൾ ദയവായി അവിടെ ഇനി താമസിക്കരുത്. നിങ്ങൾക്ക് അനുയോജ്യമായ സുരക്ഷിതമെന്ന് തോന്നുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി താമസിക്കണമെന്ന് മാത്രമാണ് ഈ ദുരിതത്തിന്റെ വേളയിൽ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.
എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ജീവൻ വെടിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാവിന് മുന്നിൽ ഞാനും മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു.